അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്നേഹം നിറഞ്ഞ പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി പുതിയ ഒരു ചർച്ചയിലേക്ക് സ്വാഗതം. ഇന്നും നമ്മളോടൊപ്പം ബഹുമാനപ്പെട്ട സൽമാൻ അസ്സരി ഉസ്താദുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു സുന്നി മഹൽ ഫെഡറേഷൻ നടത്തിയ ചില തട്ടിക്കൂട്ട് പരിപാടികളെ സംബന്ധിച്ച്, അതിലെ തിരിമറികളും സമസ്തയുടെ പ്രവർത്തകർക്ക് സംശയമുളവാക്കിയ ചില കാര്യങ്ങളും 50-ാം വാർഷികത്തിൻ്റെ തമാശകളുമൊക്കെ കൃത്യമായിട്ട് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞതാണ്. ഇന്ന് നമ്മൾ പറയുന്ന കാര്യം, അവിടെ നടത്തിയ ചില മുനവെച്ച പ്രഭാഷണങ്ങൾ സമസ്തക്ക് നേരെയും സമസ്തയുടെ കീഴ്ഘടകങ്ങൾക്ക് നേരെയും അതിലെ നേതാക്കൾക്ക് നേരെയും പിന്നെ സോഷ്യൽ മീഡിയയിൽ സമസ്തക്ക് വേണ്ടി ശബ്ദിക്കുന്ന ആളുകൾക്ക് നേരെയൊക്കെ അവിടെ പരിഹസിച്ചുകൊണ്ടും ഉപമിച്ചുകൊണ്ടുമൊക്കെ നടത്തിയ ചില പ്രഭാഷണങ്ങളുണ്ട്. സൽമാൻ അസ്സരി ഉസ്താദ് ആദ്യമായിട്ട് നമുക്ക് അവിടെ ഒരു ഉത്തരേന്ത്യൻ ഉദവി സൂഫി, അദ്ദേഹം പലവട്ടം നമ്മൾ അദ്ദേഹത്തെ പിടിച്ച് പല കളവുകളും പിടിച്ച് നമ്മളെ ചാനലിൽ തന്നെ കാണാം. അദ്ദേഹം അതിനൊന്നും മറുപടി പറഞ്ഞിട്ടില്ല. ഇപ്പോഴും അദ്ദേഹത്തിനെന്തോ വേദി മാറിപ്പോയ പോലെയാണ് എനിക്ക് തോന്നിയത്. അദ്ദേഹം ഈ സമസ്ത സുന്നി മഹൽ ഫെഡറേഷൻ അല്ലേ, ഈ എസ് മാറിപ്പോയോ? ഇത് പിന്നെ ലീഗിൻ്റെ മറ്റോ പരിപാടിയാണോ എന്ന് വിചാരിച്ചിട്ടാണോ അയാൾ പ്രസംഗിച്ചത് എന്ന് തോന്നിപ്പോകുന്ന രൂപത്തിലുള്ള പ്രസംഗങ്ങളാണ് അവിടെ കേട്ടത്. സൽമാൻ അസ്സരി ഉസ്താദ് എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യാതിരിക്കലാണ് ബുദ്ധി എന്നാണ് വ്യക്തിപരമായ എൻ്റെ ഒരു വീക്ഷണം. കാരണം അദ്ദേഹത്തിനോട് സ്നേഹമുള്ള അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ അദ്ദേഹത്തിനൊരു പുതിയ മാറ്റർ എഴുതി കൊടുക്കേണ്ടതാകുന്നു എന്ന് നമ്മൾ അവരോട് അഭ്യർത്ഥിക്കുകയാണ്. ഇയാൾ എവിടെ പ്രസംഗിച്ചാലും ഇയാൾക്ക് ഈ മാറ്റർ ആദ്യം പറഞ്ഞത് അവസാനം പറഞ്ഞ് ആദ്യം പറയുന്നതിലപ്പുറം ഒരു പുതിയ ഒരു വിഷയം, സമകാലികമായ ഒരു വിഷയത്തെക്കുറിച്ച് കൃത്യമായി സംസാരിക്കുന്നത് നമ്മളിതുവരെ കേട്ടിട്ടില്ല. ഇയാൾ എവിടെ പ്രസംഗിക്കുകയാണെങ്കിലും ഇയാൾ ഈ രീതിയിലാണ് ഇയാളുടെ പ്രസംഗം നമ്മൾ കേട്ടിട്ടുള്ളത്. അദ്ദേഹത്തിനോട് സ്നേഹമുള്ള ആളുകൾ അദ്ദേഹത്തെ ഉപദേശിക്കും, ഗുണദോഷിക്കും എന്ന് നമ്മൾ പ്രത്യാശിക്കുകയാണ്. ഇല്ലെങ്കിൽ നമ്മൾ ഇനിയിപ്പോൾ തന്നെയല്ലേ പറയാനുള്ളത്. മൂപ്പരവിടെ നിങ്ങൾ പറഞ്ഞ പോലെ അവിടെ ആ രീതിയിൽ ഒരു പ്രഭാഷണം നടക്കുമ്പോൾ ആ വേദിയിൽ നിന്നൊരു എഴുത്ത് കൊടുത്താൽ മതിയായിരുന്നു സംഘാടകർക്ക്, ഉസ്താദ് ഇത് SMF ആണ് MSF അല്ല എന്നാൽ കുറേയൊക്കെ ഒരു മാറ്റം വരും. ഒന്ന് ഈ പ്രസംഗം നിർത്തുമായിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിന് അബദ്ധം തിരിച്ചറിയാൻ സാധിക്കുമായിരുന്നു. ഇവിടെ അദ്ദേഹം സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പോഷക ഘടകമായ SMF-ന്റെ പേരിൽ സംഘടിപ്പിക്കപ്പെട്ട ഒരു വേദിയിൽ നിന്നുകൊണ്ടാണ് പ്രസംഗിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം പ്രസംഗിക്കുന്നത് മുഴുവനും കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വളർച്ചയ്ക്ക് വേണ്ടിയും അവർ ക്ഷീണിച്ചാലുള്ള വെപ്രാളവും വിഷമവും ഒക്കെയാണ് അദ്ദേഹത്തിൻ്റെ വിഷയം. ആ പ്രസ്ഥാനത്തിൻ്റെ കൂടെ നിന്ന് ആ പ്രസ്ഥാനത്തെ വളർത്തണം, ആ പ്രസ്ഥാനത്തെ വിജയിപ്പിക്കണം, അവർ പരാജയപ്പെട്ട പ്രസ്ഥാനം, ഇങ്ങനെ ഇത് തന്നെയാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് പിന്നെ ആ രീതിയിൽ പ്രഭാഷണം നടത്താൻ ആ പാർട്ടിയുടെ പ്രഭാഷകർ തന്നെ ധാരാളമുണ്ട്, ആ പാർട്ടിയുടെ വേദികളും ധാരാളമുണ്ട്. സമസ്തയുടെ കീഴ്ഘടകങ്ങളുടെ വേദികൾ അത്തരം പരാമർശങ്ങൾക്ക് ഉപയോഗിക്കുന്നത് എന്തിൻ്റെ പേരിലായാലും അത് അംഗീകരിക്കാൻ പ്രയാസമുണ്ട്. ഇവർ എവിടെ പ്രസംഗിക്കുകയാണെങ്കിലും ഇയാൾ എവിടെ പ്രസംഗിക്കുകയാണെങ്കിലും ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ ഇയാൾ നേരെ ഉത്തരേന്ത്യയിലേക്ക് ഒരു ചാട്ടാണ്. കേരളത്തിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന പേരിൽ ഒരു സംഘം രൂപീകരിച്ച് ലോകത്തിന് മാതൃകയാകുന്ന രീതിയിൽ, അറബ് രാജ്യങ്ങൾക്ക് പോലും മാതൃകയാക്കാൻ പറ്റുന്ന രീതിയിൽ അതിവിപുലമായ നവോത്ഥാന പ്രവർത്തനങ്ങൾ നടത്തി അതിന് നേതൃത്വം കൊടുത്ത നമ്മുടെ ആലിമീങ്ങളുടെ ചരിത്രവും അവരുടെ സേവനവും പുതുതലമുറക്ക് പറഞ്ഞു കൊടുക്കാനല്ലേ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ വേദികൾ നമ്മൾ ഈ സമയത്ത് ഉപയോഗപ്പെടുത്തേണ്ടത്? അതൊന്നും ഇവരാരും പറയില്ല. ഇവർ നേരെ ഉത്തരേന്ത്യയിലേക്ക് ചാടുക, എന്നിട്ട് അവിടെ ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ട്, ഞങ്ങൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അനമൗലൂദ് ഓതാനാണ് ഇവർ പലപ്പോഴും ഉപയോഗിക്കാറുള്ളത്. ഈ ഉത്തരേന്ത്യയിൽ സേവനം എന്ന് പറഞ്ഞാൽ ഉത്തരേന്ത്യയിൽ ചെയ്യുന്ന സേവനത്തിൻ്റെ പേരിൽ മഹീഷത്ത് കഴിഞ്ഞു പോകുന്ന കുറേ ആളുകളുണ്ട് എന്നത് നമ്മൾ നിഷേധിക്കുന്നില്ല. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇവർ സേവനം ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞത്. ഇവർ സേവനം ചെയ്യുന്നത് ഇവിടെ അവിടെ ടൈപ്പിംഗ് സെൻറ്റർ നടത്തുന്നതും, ഇവരവിടെ ഏതെങ്കിലും മുത്തർജിമീങ്ങളായിട്ട് ജോലി ചെയ്യുന്നതും, ഇവരവിടെ ഏതെങ്കിലും പള്ളിയിൽ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥാപനത്തിൽ ജോലി കിട്ടിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ അവിടെ പോയി ദീനീ പ്രവർത്തനം നടത്തുന്ന ആളുകളാണ്. അമേരിക്കയിലുണ്ട്, ആഫ്രിക്കയിലുണ്ട്, അന്റാർട്ടിക്കയിലുണ്ട് എന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിച്ചാൽ എന്താണ് ഇപ്പോൾ അതിനൊക്കെ ചികിത്സ? ഇവിടെ ഉത്തരേന്ത്യയിൽ അവർ പ്രവർത്തനം നടത്തുന്നത്, ഇപ്പോൾ അവിടെ പ്രഭാഷണം നടത്തിയപ്പോൾ തന്നെ സമദ് സാഹിബ് പറഞ്ഞു, ഉത്തരേന്ത്യയിൽ ഇവർ നടത്തുന്ന പ്രവർത്തനങ്ങൾ ഇത്രയും കലുഷിതമായൊരു സാഹചര്യം, അവിടെ മറ്റ് എല്ലാ മതപരമായ വിഷയങ്ങൾക്കൊക്കെ വിലക്കുള്ള സമയത്ത്, ഇപ്പോൾ യോഗി അവിടെ ബംഗാളിൽ പോയി പ്രസംഗിച്ചത് റോട്ടിൽ നിസ്കരിക്കൂല എൻ്റെ നാട്ടിൽ ഗുജറാത്തിൽ എന്നാണ്. അതുപോലെയാണ് UP-യിൽ അതുപോലെ മതപരമായ വിഷയങ്ങൾ പറഞ്ഞുകൊണ്ടാണ് അവർ ഇലക്ഷൻ വരെ വർക്ക് ചെയ്യുന്നത്. അങ്ങനെയുള്ളൊരു നാട്ടിലാണ് ഇവർ സുതാര്യമായി ദീനീ പ്രവർത്തനം നടത്തുന്നതെന്നൊക്കെ പറഞ്ഞു. ഇവർ അവിടെ ദീനീ പ്രവർത്തനം നടത്തുന്നുണ്ടെങ്കിൽ തീർച്ചയായും ശ്ലാഘനീയമാണ്.
അവിടെ മദ്രസ സംവിധാനങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ശ്ലാഘനീയമാണ്. അവിടെ അതിനുവേണ്ടി അവരോട് സഹകരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായും പ്രശംസിക്കപ്പെടേണ്ടവർ തന്നെയാണ്. ഇതിലൊന്നും ആർക്കും ഒരു തർക്കമല്ല. ഇതിനൊന്നും കേരളത്തിൽ ഒരാളും വിമർശിക്കാറില്ല. ഇവിടെ ആരെങ്കിലും നമ്മളാരെങ്കിലും പറയണം നിങ്ങൾ എന്തിനാ ഉത്തരേന്ത്യയിൽ പോയി മദ്രസ ഉണ്ടാക്കണം, അത് ഉണ്ടാക്കണ്ടെന്ന് ഇവിടെ ആരെങ്കിലും പറഞ്ഞോ? അതൊന്നുമല്ലല്ലോ ഇവിടെ വിഷയം. ഉത്തരേന്ത്യയിൽ ഇവർ പ്രവർത്തിക്കുന്നത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ അഡ്രസ്സിലാണ്. അല്ലെങ്കിൽ ഉത്തരേന്ത്യയിൽ ഇവർ എന്നോ പെട്ടിയും കിടക്കിയെടുത്ത് മടങ്ങേണ്ടി വരുമെന്ന്. ഇദാറുൽ ഹുദയുടെ പേരിലോ അല്ലെങ്കിൽ ഇവരുടെ വ്യക്തിപരമായ ഇവരുടെ എന്തെങ്കിലും പ്രത്യേകതയുടെ പേരിലോ അല്ല. ഇവർ ഈ പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിക്കുന്ന രാഷ്ട്രീയ സംവിധാനങ്ങളുടെ പേരിലും അല്ല. ഇവർ ഉത്തരേന്ത്യയിൽ പ്രവർത്തിക്കുന്നത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ അഡ്രസ്സിലാണ്. അപ്പോൾ സമസ്തയെക്കുറിച്ച് തീർച്ചയായും അവർ അന്വേഷിക്കുമല്ലോ. ഇന്റലിജന്റ് സംവിധാനങ്ങൾ ഇന്ത്യയിൽ വളരെ വിപുലമാണ്, വ്യാപകമാണ്. അപ്പോൾ സമസ്ത എന്ന ഒരു സംവിധാനത്തെക്കുറിച്ച് അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയുണ്ട്. നമ്മുടെ പൂർവികരായ ആലിമീങ്ങളും പണ്ഡിതന്മാരും സമസ്തയെ എന്താണോ ആക്കി വെച്ചിരിക്കുന്നത് അതിൻ്റെ ആ ഒരു നന്മയിൽ നിന്ന് കിട്ടുന്ന ഗുഡ് സർട്ടിഫിക്കറ്റ് കൊണ്ട് അതിൻ്റെ തണലിലാണ് ഇവർക്ക് പ്രവർത്തിക്കാൻ കഴിയുന്നത്. അത് ഇവരാരും പറയില്ല, സമസ്തയെ ഇവരാരും പറയില്ല. അതുപോലെ തന്നെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയോട് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ നമ്മൾ പെരിന്തൽമണ്ണ പ്രഭാഷണം നടത്തിയപ്പോഴൊക്കെ അത് ഉന്നയിച്ചിട്ടുണ്ട്. കോടിക്കണക്കിന് രൂപയുടെ പാഠപുസ്തകങ്ങൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇവർക്ക് കൊടുക്കുന്നുണ്ട്. ഇവരുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ എന്ന് ഇവർ പറയുന്ന ഈ സംവിധാനങ്ങൾക്ക് വേണ്ടി സമസ്തയെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന പരമാവധി സഹകരണങ്ങൾ, കോടിക്കണക്കിന് രൂപയുടെ സംവിധാനങ്ങളും സഹകരണങ്ങളും സഹായങ്ങളും സമസ്ത കേരള ജമിയത്തുൽ ഉലമ ചെയ്യുന്നുണ്ട്. ഇതുവരാരെങ്കിലും പറയണ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതൊന്നും ഇവർ പറയില്ല. ഇവർ അവിടെ പോയിട്ട് ഞങ്ങൾ മദ്രസ ഉണ്ടാക്കി, അവിടെ ഓതാൻ അറിയാത്ത കുട്ടികൾക്ക് ഫാത്തിഹ പഠിപ്പിച്ചു കൊടുത്തു, ഞങ്ങൾ അവിടെ അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു. ഇതൊക്കെ എന്തിൻ്റെ തണലിൽ? നിങ്ങൾ ആ ചെയ്യുന്നതിന് ആരും ആക്ഷേപിക്കുന്നില്ല, നല്ല കാര്യമാണ്, തീർച്ചയായും നല്ല കാര്യമാണ്. അതിൻ്റെ പേരിൽ പിന്നെ ആ കെയർ ഓഫിലൂടെ നിങ്ങൾ സമസ്തയെ മാറ്റി നിർത്തി നമ്മൾ മാത്രം എന്ന ഒരു പ്രൊമോഷൻ നടത്തുന്ന പരിപാടി അതെന്തായാലും നടക്കൂല. അതിനു വേണ്ടിയിട്ടാണ് ഇയാൾ അവിടെ മറ്റൊരു ശ്രമം നടത്തിയത്. പിന്നെ ഈ ഉലമ ഉമറ ബന്ധത്തെക്കുറിച്ചാണ് വലിയ ചർച്ച. എന്താണ് യഥാർത്ഥത്തിൽ ഉമറാക്കൾ എന്ന് പറയുന്നത് ആരാണ് എന്ന് ഇവർക്ക് ഇതുവരെ മനസ്സിലാകാത്ത രീതിയിലാണ് ഇവരുടെ സംസാരവും പ്രഭാഷണവും കേട്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഉമറാക്കൾ എന്ന് പറഞ്ഞാൽ പ്രത്യേക ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അണികളാണ് എന്ന രീതിയിലാണ് ഇവർ പലയിടത്തും പ്രചരണം നടത്തുന്നത്. അവിടെ തന്നെ അദ്ദേഹം പറഞ്ഞിടത്ത് അദ്ദേഹം ഈ പാർട്ടി അല്ലെങ്കിൽ സംവിധാനം ഇവിടെ നിലനിൽക്കണം എന്ന് പറഞ്ഞിട്ടൊരു പാർട്ടി നിലനിൽപ്പിനെ കുറിച്ച് പലവട്ടം അയാൾ പറയുന്നുണ്ടല്ലോ. എന്നിട്ട് അയാൾ പറഞ്ഞ വിരോധാഭാസം എന്താ വെച്ചാൽ ഈ ദാറുൽ ഹുദ കണ്ട അല്ലെങ്കിൽ സുന്നി മാൽ ഫെഡറേഷൻ കണ്ട ഏറ്റവും വലിയ അല്ലെങ്കിൽ സമസ്തയിലെ തന്നെ ഏറ്റവും വലിയ ഒരു ഉമറ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ആളായിരുന്നു ഡോക്ടർ യു ബാപ്പുട്ടി ഹാജി. ഹുദവികൾക്കൊന്നും മറക്കാൻ പറ്റില്ലല്ലോ. അദ്ദേഹത്തെ ഒരു ഉമറ ആയിട്ട്, അതായത് ശരിക്കും ദീനിയായ ചിട്ടകൾ പാലിച്ച ഒരു ഉമറാക്കളിൽ അദ്ദേഹത്തെ നമുക്ക് പെടുത്താൻ പറ്റും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ അയാൾ ഈ ബിൽഡപ്പ് ചെയ്ത എല്ലാം അവിടെ പൊളിഞ്ഞു പോകും. അദ്ദേഹം തികഞ്ഞൊരു കോൺഗ്രസ്സുകാരനായിരുന്നു എന്ന് മാത്രമല്ല, അന്നത്തെ സാഹചര്യം നമുക്കറിയാം. കോൺഗ്രസ് ലീഗ് തർക്കം നിലനിൽക്കുന്ന, ഖണ്ഡനങ്ങൾ മറ്റൊക്കെ നിലനിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് അത്. നിരന്തരമായിട്ട് കോൺഗ്രസിൻ്റെ വേദികളിൽ ലീഗിനെതിരെ പ്രഭാഷണം നടത്തിയിരുന്ന ഒരു വ്യക്തിയാണ്. ഇവരുടെ ഭാഷയിൽ പറഞ്ഞാൽ ലീഗ് വിരുദ്ധൻ എന്നൊക്കെ പറയുന്ന രൂപത്തിലേക്ക് പറയാൻ പറ്റുന്ന ഒരു തനി ഷജറ എന്നൊക്കെ പറയാൻ പറ്റുന്ന രൂപത്തിലെ ഉള്ള ആളായിരുന്നു ഡോക്ടർ യു ബാപ്പുട്ടി ഹാജി. അത് ഇവർ തന്നെ എഴുതിയിട്ടുണ്ട്. ഇവരുടെ മാസികയിൽ തന്നെ അത് എഴുതിയതാണ്. മുമ്പ് നമ്മളത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബാപ്പുട്ടി ഹാജിൻ്റെ ചരിത്രം മാത്രം ഒന്ന് നോക്കിയാൽ മതി. അപ്പോൾ ഇങ്ങനെയുള്ള അവരുടെ ഒന്നും രാഷ്ട്രീയമല്ല നമ്മൾ നോക്കുന്നത്, ദീനാണ്. അവർക്ക് എന്ത് രാഷ്ട്രീയ പശ്ചാത്തലമുണ്ട് അത് നമ്മൾ നോക്കേണ്ട കാര്യമല്ല. നമ്മളവരുടെ ദീനാണ് നോക്കുന്നത്. അപ്പോൾ ദീനിയായിട്ട് ബാപ്പുട്ടി ഹാജിയെ പോലുള്ള ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ഉമറാക്കൾ സമസ്തക്കുണ്ടായിട്ടുണ്ട്. ആ ബാപ്പുട്ടി ഹാജി അവിടെ പറയുന്നതോടുകൂടി തന്നെ ഇയാൾ ചെയ്ത ബിൽഡപ്പൊക്കെ അവിടെ പൊളിഞ്ഞു വെക്കുകയാണ്. അങ്ങനെ ഈ ഉമറാക്കൾ എന്ന് പറഞ്ഞാൽ പ്രത്യേക ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അടിമകളാണ്, അല്ലെങ്കിൽ ആ രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകളാണ് എന്നാണ് ഇയാൾ പറഞ്ഞ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ബാപ്പുട്ടി ഹാജിനെ പറയലോടുകൂടി അതൊക്കെ പൊളിഞ്ഞ്. പക്ഷേ ഇത് കേൾക്കുന്ന ആളുകൾക്ക് ബാപ്പുട്ടി ഹാജിനെ കുറിച്ച് അറിയില്ലല്ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള പണികളാണ് ഇവരെടുത്തുകൊണ്ടിരിക്കുന്നത്. നമുക്കിവിടെ ദീന് നിലനിൽക്കുക, അതിനിവിടെ സമസ്ത നിലനിൽക്കണം. അതിനാണ് സമസ്തയുടെ വേദികൾ ഉപയോഗപ്പെടുത്തേണ്ടത്. ഇവർ ഉമറാക്കിനെ വിശദീകരിക്കുന്നത് കണ്ട ഏറ്റവും വലിയ ഉമറാക്കളിൽ പ്രധാന ഉമറാക്കളുടെ നേതാവായിട്ട് PC ജോർജിനെ പോലത്തെ ആളുകളൊക്കെ കൊണ്ടുവരേണ്ടി വരും. കാരണം ഇവർ ഉമറാക്കളെ വിവരിക്കുന്നതും വിശദീകരിക്കുന്നതും നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ച പോലെ രാഷ്ട്രീയ ബേസിലാണ്. ഇപ്പോഴും മനസ്സിലാവാത്തൊരു കാര്യമാണത്.
എന്തർത്ഥത്തിലാണ് അങ്ങനെ ഒരു നരേഷൻ ഇവരിങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്? സമസ്ത ഉലമാ സംഘടന പിന്നെ മറ്റേ പാർട്ടി ഉമറ സംഘടന എന്നൊക്കെ പറയുന്ന രീതിയിൽ അതാണ് ഉലമാൻ്റെയും ഉമറായിൻ്റെയും യോജിച്ചുള്ള പോക്ക്. എങ്ങനെയുണ്ട് വ്യാഖ്യാനം? എന്നിട്ട് ഇത് കേട്ടിട്ട് അതിന് സിന്ദാബാദ് വിളിക്കാൻ കുറേ ആളുകളും. അങ്ങനെയാണ് ഈ രാഷ്ട്രീയത്തിൽ ചാണക്യന്മാരായി നടക്കുന്ന, അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ കളം മാറിയും കുതികാൽ വെട്ടിയും രാഷ്ട്രീയത്തിൽ പാഠവം തെളിയിച്ച, ശത്രുവിനെ ഒതുക്കിയും മിത്രത്തെ പൊക്കിയും ഒക്കെ കയ്യിൻ്റെ കൈ കയപ്പ് മാറിയ അത്രയും പ്രാവീണ്യമുള്ള ആളുകളാണ് ഉമറാക്കളിൽ പ്രധാനികളായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ആളുകളെ പോലത്തെ ആളുകളൊക്കെ ഉമറാവണം. കാരണം ദീനൊരു പരിഗണനാ വിഷയമല്ല, രാഷ്ട്രീയമാണ് പരിഗണനാ വിഷയമെങ്കിൽ പിന്നെ അവിടെ ഇസ്ലാം അമുസ്ലിം എന്നുള്ള പരിഗണനയുടെ ആവശ്യമില്ലാതെ വരൂലേ? അപ്പോൾ ഇവരൊക്കെ ഉമറാക്കളെ കൂട്ടത്തിൽ എണ്ണേണ്ടി വരില്ലേ? ഇത് ഇത് ഇവിടെ നമ്മൾ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും പുതിയ തലമുറ മനസ്സിലാക്കേണ്ടത് ഉമറാ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഇവർ വ്യാഖ്യാനിക്കുന്ന രൂപത്തിൽ ഒരു പാർട്ടിയുടെ പ്രവർത്തകരാവുന്ന ആളുകൾ, ആ പാർട്ടിൻ്റെ നേതാക്കൾ എന്നൊന്നല്ല. ഉമറാക്കളായ ആളുകളിൽ തന്നെ ഏറ്റവും നല്ല ഉമറാക്കൾ, അതായത് ദീനിൽ ലക്ഷണമൊത്ത ഉമറാക്കൾ പല ആളുകളും CPM-ൻ്റെ മെമ്പർഷിപ്പുള്ള ആളുകളും അതിൻ്റെ പ്രവർത്തകരും, അതായത് രാഷ്ട്രീയപരമായിട്ട് കേരളത്തിൽ ഇപ്പോൾ പിന്നെ ഇടത് വലത് എന്നൊക്കെ പറയുന്നതിൻ്റെ അവസ്ഥ നമുക്ക് അറിയാലോ. നല്ല ദീനുള്ള ആളുകൾ തന്നെ ഇടതുപക്ഷത്തിൻ്റെ ആളുകളായിട്ട് ജീവിച്ച ആളുകളില്ലേ, ഇപ്പോഴും ജീവിക്കുന്ന ആളുകളില്ലേ? എന്നാൽ വലതുപക്ഷത്തിൻ്റെ ആളുകൾ മുസ്ലിം പേരുള്ള പാർട്ടികളിൽ തന്നെ ദീനുമായിട്ട് ഒരു ബന്ധമില്ലാത്ത എല്ലാ തോന്നിവാസങ്ങളും ചെയ്യുന്നവരും, പിന്നെ എല്ലാ ഇസ്ലാം വിലക്കിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളും, ദീനിനെ പുച്ഛത്തോടെ കാണുന്ന ആളുകളും, പണ്ഡിതന്മാരെ പുച്ഛത്തോടെ കാണുന്ന ആളുകളൊക്കെ മുസ്ലിം പേരുള്ള രാഷ്ട്രീയ പാർട്ടികളിലില്ലേ? അപ്പോൾ പാർട്ടി ബേസിൽ ദീൻ അളക്കാൻ നടക്കരുത്, അതിൻ്റെ പേരിൽ ഉമറാക്കൾ വ്യാഖ്യാനിക്കാൻ നടക്കരുത്. ഉമറാ എന്ന് പറഞ്ഞാൽ ദീനുള്ള ആളായിരിക്കണം, ദീനിനോട് കടപ്പെട്ട ആളായിരിക്കണം, അയാളുടെ ജീവിതവും അയാളുടെ പ്രവർത്തനവും ഒക്കെ ആ രീതിയിലുള്ള ആളുകളായിരിക്കണം. അവന് ഏത് പാർട്ടിക്കാരൻ എന്നത് ഇവിടെ വിഷയമേ അല്ല, അതാണ് ഉമറാ. അതിനെയാണ് ദീനിനെ പോലും കോട്ടിമാട്ടുന്ന രീതിയിൽ ഇതിനെ ഒരു പ്രത്യേക പാർട്ടിയുടെ ആളുകൾ നേതാക്കളും ആക്കിയിട്ട് ചുരുക്കാൻ ശ്രമിക്കുന്നത്. ഇതൊക്കെ സമൂഹം തിരിച്ചറിയണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. അതൊന്നും ഇനി പുതിയ തലമുറയോട് നിങ്ങൾ എങ്ങനെ എത്ര വാർഡ്സിൻ്റെ മൈക്ക് കെട്ടി പ്രസംഗിച്ചിട്ടും ഇതൊന്നും ഫലപ്പെടാൻ പോകുന്നില്ല. ആളുകളൊക്കെ പഴയമായിരുന്നല്ല, ആൾക്കാർക്കൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കുക. പുതിയ അപ്ഡേഷൻ്റെ കാര്യമില്ലേ? സോഷ്യൽ മീഡിയയിലെ പൂച്ചകൾ നിങ്ങൾ പറഞ്ഞില്ലേ, സോഷ്യൽ മീഡിയയാണ് എല്ലാ പൂച്ചകൾക്കുമുള്ള ആശ്രയം എന്ന് നിങ്ങൾ തന്നെ തെളിയിച്ചതാണല്ലോ. നിങ്ങൾ എഴുതുന്നതും നിങ്ങൾ പറയുന്നതും നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ആശ്രയിക്കുന്നത് സോഷ്യൽ മീഡിയയാണ്. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ സംസാരിക്കുന്ന ആളുകൾ എന്ന് അവർക്ക് മറുപടി ഇല്ല എന്ന് പറയുന്നത് മറുപടി ഇല്ലാത്തത് കൊണ്ടല്ല എന്നും മറുപടി പറയാൻ നിങ്ങൾക്ക് സാധിക്കാത്തത് കൊണ്ടാണ് എന്നും ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. മറുപടി പറയാൻ നിങ്ങൾ പലപ്പോഴും ശ്രമം നടത്തിയിട്ടുണ്ടല്ലോ അല്ലേ? SMF-ൻ്റെ ഭരണഘടന തിരുത്തിയതുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ ഉന്നയിച്ച വിഷയങ്ങളിൽ നിങ്ങൾ മറുപടി പറയാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഓൺലൈനിൽ സോഷ്യൽ മീഡിയയിലാണ് മറുപടി പറയാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടെങ്കിൽ നമ്മൾ വേദി കെട്ടി പ്രസംഗിച്ചിട്ട് കൃത്യമായ തെളിവുകൾ സഹിതം അമീദ് ബൈഷി ഉസ്താദ് വിശദീകരിച്ചിട്ടുണ്ട്, സത്താർ സാഹിബ് വിശദീകരിച്ചിട്ടുണ്ട്, വിനീതനായ ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്, അതുപോലെ പല ആളുകളും പ്രസംഗിച്ചിട്ടുണ്ട് നിങ്ങളുടെ തീരുമാനങ്ങളെ കുറിച്ച്. ഒന്നിനും നിങ്ങൾ മറുപടി അറിയണില്ലേ? ഗ്രൗണ്ടിലും നിങ്ങൾ മറുപടി ഇല്ല, ഗാലറിയിലും നിങ്ങൾക്ക് മറുപടി ഇല്ല, ഓൺലൈനിലും ഇല്ല, ഓഫ്ലൈനിലും ഇല്ല, നിങ്ങൾക്കൊരു മറുപടി ഇല്ല. നിങ്ങൾ റേഡിയോ പോലെ നിങ്ങൾ മുമ്പെന്തോ പഠിച്ചു വെച്ച മാറ്റർ അപ്പടി പ്രസംഗിക്കുക എന്നതിലപ്പുറം ഉന്നയിക്കുന്ന വിഷയങ്ങളെക്കുറിച്ച് ഇതുവരെ സമൂഹത്തോട് തുറന്ന് സംസാരിക്കാൻ പോലും നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല. എന്നിട്ട് അതിന് ഒഴിഞ്ഞു മാറാൻ വേണ്ടി സോഷ്യൽ മീഡിയയെ പൂച്ചകളോട് മറുപടി ഇല്ല എന്ന് പറയാം. അതോടൊന്നും കാര്യമില്ല. ഞങ്ങൾ ഉന്നയിച്ച വിഷയങ്ങളൊക്കെ ഇവിടെ നിലനിൽക്കുകയാണ്. നിങ്ങൾ 50-ാം വാർഷികം അല്ല 500-ാം വാർഷികം നടത്തിയാലും ശരി, സമസ്ത കേരള സുന്നി മഹല്ല് ഫെഡറേഷന്റെ പൂർവികരുണ്ടാക്കിയ ഭരണഘടനയിൽ നിങ്ങൾ മാറ്റിത്തിരുത്തലുകൾ വരുത്തിയിട്ടില്ലേ എന്ന ഞങ്ങളുടെ ചോദ്യം അവിടെ നിലനിൽക്കുകയാണ്. ഉണ്ടെങ്കിൽ എന്തിന് നിങ്ങൾ ആ മാറ്റം വരുത്തി? അത് എങ്ങനെയാണ് നിങ്ങൾക്ക് ന്യായീകരിക്കാൻ കഴിയുക? ഇതിന് മറുപടി നിങ്ങൾ പറഞ്ഞേ പറ്റൂ. നിങ്ങൾ 5000 കൊല്ലം ആഘോഷിച്ചാലും ശരി. സുന്നി മഹല്ല് ഫെഡറേഷനെ അതിൻ്റെ യഥാർത്ഥ രൂപത്തിൽ കാണുന്ന ആളുകളാണ് ഞങ്ങൾ. പക്ഷെ നിങ്ങൾ സുന്നി മഹല്ല് ഫെഡറേഷനെ നിങ്ങൾക്ക് തൽക്കാലം ചാടി കയറാനുള്ള ഒരു വാഹനമായിട്ട് ഉപയോഗിക്കുകയാണ്. അത് ഞങ്ങൾ പിടിച്ചിറക്കുക തന്നെ ചെയ്യും ഇൻഷാ അല്ലാഹ്. പിന്നെ സുന്നി മഹല്ല് ഫെഡറേഷന്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നടത്തിയ എല്ലാ അനീതികളെയും അക്രമങ്ങളെയും അതിൻ്റെ സർക്കുലറിൽ നിങ്ങൾ വരുത്തിയ മാറ്റത്തിരുത്തലുകളും ആ സർക്കുലർ അനുസരിച്ച് നിങ്ങൾ രാഷ്ട്രീയക്കാർക്ക് വേണ്ടി അടിമവേല ചെയ്യാൻ വേണ്ടി സുന്നി മഹലിനെ ദുരുപയോഗം ചെയ്തുകൊണ്ട് പഞ്ചായത്ത്, മേഖല, ജില്ലാ കമ്മിറ്റികൾ കൊണ്ടുവന്നതിനെ കുറിച്ചും നിരവധി കാര്യങ്ങൾ ഞങ്ങൾ സമൂഹത്തിന് മുമ്പിൽ പറഞ്ഞിട്ടുണ്ട്. വസ്തുതാപരമായി വിത്ത് എവിഡൻസ്, തെളിവുകൾ സഹിതം. ഇതിനൊന്നും ഇതുവരെ മറുപടി പറയാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല. നിങ്ങൾ 500-ാം വാർഷികം ആഘോഷിച്ചാലും ഇതിനൊക്കെ ഈ സമൂഹത്തിന് മറുപടി കിട്ടണം. ഇതൊക്കെ ഈ വിഷയങ്ങളൊക്കെ ഈ കുറ്റകൃത്യങ്ങളൊക്കെ നിങ്ങളുടെ തലയിൽ ഒരു ഭാരമായി എല്ലാ കാലത്തും നിലനിൽക്കുക തന്നെ ചെയ്യും. നിങ്ങൾ എന്തൊക്കെ പുതിയ പദ്ധതികൾ പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞാലും മഹല്ലത്തുകളിലേക്ക് നിങ്ങൾ ഇറങ്ങി വരുമ്പോൾ ആളുകൾ നിങ്ങളോട് ഇത് ചോദിക്കും, അല്ല ഉസ്താദെ
ഉപദേശവും നിർദ്ദേശമൊക്കെ അവിടെ നിൽക്കട്ടെ, മഹലിന്റെ പരിവർത്തനമൊക്കെ അവിടെ നിൽക്കട്ടെ, SMF എന്ന് പറഞ്ഞ ഒരു സംഘം നിങ്ങളെ കൈ കിട്ടിയിട്ട് അതിന്റെ ഭരണഘടന വരെ തിരുത്തിയ ആളുകളല്ലേ നിങ്ങൾ ഞങ്ങളെ മഹല്ല് കമ്മിറ്റിന്റെ ഭരണഘടനയും മഹലിന്റെ ഭരണഘടനയും തിരുത്തൂലേ, പള്ളിന്റെ രജിസ്ട്രേഷൻ നിങ്ങൾ ഏതെങ്കിലും പാർട്ടിക്കാർക്ക് എഴുതി കൊടുക്കൂലേ എന്ന് ആളുകൾ ചോദിക്കും. കാരണം നിങ്ങളെ കയ്യിലിരിപ്പ് അതാണ് എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല, ആദർശ സമ്മേളനം നിങ്ങൾ ഓരോ മഹലിലും നടത്തുന്നൊക്കെയാണ് പ്രഖ്യാപനം നടത്തിയിട്ടുള്ളതെന്നല്ലേ. എങ്ങനെയാണ് ആ നാട്ടിൽ 20 റക്കഅത്ത് തറാവീന് പള്ളിയിൽ വരാതെ 8 റക്കഅത്ത് നിസ്കരിക്കണ വഹാബി പള്ളിക്ക് പോണോന് SMFന്റെ ഭാരവാഹിയായിട്ടുണ്ട്. ജുമാക്ക് സ്ഥിരമായിട്ട് വഹാബി പള്ളിക്ക് പോണ ആളുകളുണ്ട്. ഓനെ കൂട്ടിയിട്ട് നിങ്ങൾ ഏത് ആദർശമാണ് മഹലിൽ പോയി പറഞ്ഞു കൊടുക്കാൻ പോണത്? ഇത് ആളുകൾ ചോദിക്കൂലേ? വെറുതെ പ്രഖ്യാപനം നടത്തിയിട്ട് ആളെ പൊട്ടീസാക്കിയിട്ട് കാര്യമുണ്ടോ? ഇതൊക്കെ നിലനിൽക്കുകയാണ് നിങ്ങൾ എത്ര വർഷം നടത്തിയാലും ശരി.